ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ലാ എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 77. അൽ ബാബുൽ ആഷിർ, 10ാമത്തെ ബാബ്. ബാബു മാ ജാഅ ഫി ദബ്ഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്നത് സംബന്ധിച്ച് വന്നിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ, പറയുക, ഇന്ന സ്വലാത്തി, നിശ്ചയം എൻ്റെ നിസ്കാരം, വനുസുക്കി എൻ്റെ ബലിയും, വമഹയായ എൻ്റെ ജീവിതവും, വമമാതി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോക രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരനുമില്ല എന്ന ആയത്ത്. ഇത് കിതാബിൽ പറഞ്ഞ ഭാഗമാണ്. ഇനി അതിൻ്റെ ഷറഹ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാ പറയാൻ, ഹാദൽ ബാബു കൽ അബ്വാബില്ലതി ഖബ്ലഹു ഫീ ബയാനി അൻവാഇ മിന അശ്ശിർകി അല്ലതി യുമാരിസുഹാ ബഅദു നാസ് ഫീ മുഖ്തലിഫി അൽ അസ്മാൻ. ഈ അധ്യായം ഇതിനു മുമ്പുള്ള അധ്യായങ്ങളെ പോലെ തന്നെ ഷിർക്കിൻ്റെ ഇനങ്ങൾ, ചില ഇനങ്ങൾ വിവരിക്കുന്നതാണ്. അത് വിവിധ കാലഘട്ടങ്ങളിൽ ചില ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഷിർക്ക്. മിൻ അഹദിൽ ജാഹിലിയ കാലഘട്ടം മുതൽ, വലാ തസാലു മുസ്തമിറ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. വദാലിക മിൻ അജ്ലി അയ്യതമയ്യസ അൽ ഖബീസ മിന അത്വയ്യിബ്, നല്ലതിൽ നിന്ന് നല്ലതിൽ നിന്ന് വേർതിരിക്കാൻ, ചീത്തയെ വേർതിരിച്ചറിയാൻ. വലില്ലാഹിൽ ഹിക്മത്തു, അള്ളാഹുവിൻ്റേതാണ് ഹിക്മത്ത്, അള്ളാഹുവിനുള്ളതാണ് ഹിക്മത്ത് സുബ്ഹാനഹു വതആല. ഫി ബഖാഇ ഹാദ ശിർക്ക് വൽ കുഫർ, ഈ ഷിർക്കും കുഫറും അവശേഷിച്ചതിൽ, ഇപ്പോൾ നിലനിൽക്കുന്നതിൽ. മിൻ അജ്ലി അയ്യതമയ്യസൽ ഖബീസ മിന അത്വയ്യിബ്, നല്ലതിൽ നിന്ന് ചീത്ത വേർതിരിച്ച് ഇന്നതാണ് ചീത്ത ഷിർക്ക് എന്ന് മനസ്സിലാക്കാൻ. വൽ മുവഹിദ മിനൽ മുശ്രിക്, മുശ്രിക്കിനെ നിന്ന് തൗഹീദുള്ള മുവഹിദിനെ, ഏകദ വിശ്വാസിയെ വേർതിരിക്കാൻ. വൽ മുഹ്തദി മിനൽ ളാൽ, വഴിപിഴച്ചവരിൽ നിന്ന് സന്മാർഗം സിദ്ധിച്ചവരെ വേർതിരിക്കാൻ. ലൗ യശാഉല്ലാഹു ലഹദന്നാസ ജമീഅ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സന്മാർഗദർശനം ചെയ്യുമായിരുന്നു, സന്മാർഗത്തിലേക്ക് ഹിദായത്ത് നൽകുമായിരുന്നവർ. വലാകിൻ, പക്ഷേ, ലൗ ഹദാഹും ജമീഅൻ ലം തകുൻ ഹുനാക മീസത്തുൻ ലിഅഹദിൻ അലാ അഹദ്, എല്ലാവരെയും കൂടി അള്ളാഹു ഹിദായത്തിലാക്കുകയാണെങ്കിൽ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തനാവുകയില്ല. വലാകിൻ ഇഖ്തളത് ഹിക്മതുഹു സുബ്ഹാനഹു അൻ യുജ്റാ അൽ ഇംതിഹാൻ മിൻ അജ്ലി അൻ യതമയ്യസ അൽ ഖബീസ മിന അത്വയ്യിബ്. അപ്പോൾ നല്ലതിൽ നിന്ന് ചീത്ത വേർതിരിക്കുക എന്ന ഉദ്ദേശത്തിൽ അള്ളാഹുവിൻ്റെ ആ പരീക്ഷണം, ടെസ്റ്റ് നടക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമായിട്ട് അതാണ് നടക്കുന്നതെന്നുള്ളതാണ്. قال الله وقول الله تعالى قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له. تتمة الآيات, ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ. വബിദാലിക ഉമിർതു, ഈ ഒരു നിലപാട് കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത്. വാന അവ്വലുൽ മുസ്ലിമീൻ, അല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഇത് നബി പറയാണ്, ഈ നിലപാട് കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ്. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈഇൻ വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഖുൽ, നബിയെ പറയാം, അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, ഞാൻ അല്ലാഹുവിനെ അല്ലാതെ റബ്ബായി തേടുകയോ, വഹുവ റബ്ബു കുല്ലി ഷൈഇൻ, അവൻ എല്ലാത്തിൻ്റെയും റബ്ബാണ്, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹ, ഏതൊരു ആത്മാവും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും സമ്പാദിക്കുന്നത് അവന് മേൽ അല്ലാതെ ഉണ്ടാവില്ല. ഓരോരുത്തരും സമ്പാദിക്കുന്ന അവർക്കുണ്ടാവും. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരു പാപഭാരം ചുമക്കുന്നവനും മറ്റൊരുത്തൻ്റെ പാപഭാരം ചുമക്കേണ്ടി വരികയില്ല എന്ന്. ഖത്തമല്ലാഹു ഹാദിഹി സൂറത്തുൽ അളീമത ബിഹാദിഹിൽ ആയാത്ത്, ഈ ആയത്ത് കൊണ്ട് അള്ളാഹു ഈ മഹത്തായ സൂറത്ത് അവസാനിപ്പിച്ചത്. ലിഅന്ന സൂറത്ത് തദൂറു കുല്ലഹാ അല തൗഹീദി വബയാൻ ശിർക്ക്, ഈ സൂറത്ത് പൂർണ്ണമായിട്ടും തൗഹീദിൻ്റെ വിഷയവും അതേപോലെ ഷിർക്ക് വിവരിക്കുകയും അതിനെ കറങ്ങിയാണ് ആ സൂറത്ത്. വബയാനി
മാ യഫ്അലുൽ മുശ്രിക്കൂന മഅൽ അസ്നാം, ബിംബങ്ങളുമായി മുശ്രിക്കുകൾ എന്തൊക്കെയാണ് ബിംബങ്ങളായിട്ട് ചെയ്യുന്നത് എന്നതും വിവരിക്കാൻ. വമാ ഹറമൂഹു മിനൽ മസാരിഇ വൽ അൻആമി ലിഅസ്നാമിഹിം, അതേപോലെ അവരുടെ ബിംബങ്ങളുമായിട്ട് അവരുടെ നാൽക്കാലികൾ, കൃഷി ആയിട്ടുള്ള അവർ നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ. വഖത്തമഹ സുബ്ഹാനഹു വതആല ബിൽ ബറാഅത്തി മിൻ കുല്ലി മാ യഫ്അലുൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുക, ബറാത്ത്, മുക്തി നേടുക എന്ന വിഷയം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് അവസാനിപ്പിച്ചത്. വഹാദൽ ഗാലിബു അല സൂവരിൽ മക്കിയ, ഇത് മക്കി സൂറകളുടെ പൊതുവായിട്ട് സാധാരണയായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ നാച്ചുറൽ. ഫസ്സൂറിൽ മക്കിയത്തു ഗാലിബുഹ ബൽ തകാദു തകൂനു കുല്ലുഹ ഫി തൗഹീദി വന്നഹി അനിശ് ശിർക്ക്, മക്കി സൂറകളൊക്കെ മിക്കവാറും എന്നെല്ലാം പിന്നെ അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും എന്താണ് തൗഹീദിനെ വിവരിക്കുകയും ഷിർക്കിനെ നിരോധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പറയാം. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കസ ഫീ മക്ക 13 സന, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം ജീവിച്ചു. യദുഉ ഇല തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, വയൻഹാനി ഷിർക്ക്, ഷിർക്കിനെ നിരോധിച്ചുകൊണ്ടും വയൻസിലു അലൈഹി ഖുർആൻ ഫീ ദാലിക്, ആ വിഷയത്തിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്നുണ്ടായിരുന്നു. വമിൻ ജുംലത്തി മാ നസല അലൈഹി ഫി മക്ക ഹാദിഹി സൂറ അൽ അളീം സൂറ അൽ അൻആം. അപ്പോൾ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ മൊത്തത്തിൽ അതിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൽ അൻആം. അതിലാണ് ഈ വിഷയം പറയുന്നത്. ഫഖൗലുഹു തആല, അപ്പോൾ അല്ലാഹു തആലയുടെ വചനം, ഖുൽ പറയുക, ഹാദാ അംറുൻ മിനല്ലാഹി ജല്ല വഅല ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള കൽപ്പനയാണ്. അയ്യുഗ്ലിന ലിന്നാസ്, ജനങ്ങൾക്ക് പരസ്യപ്പെടുത്താൻ, ലൈസ ലിന്നാസി വഖ്തിഹി ഫഖത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആളുകളെ മാത്രം അറിയിക്കാനല്ല, ബൽ ലിന്നാസി ജമീഅൻ ഇലാ അൻ തഖൂമ സഅഹ്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും അറിയിക്കാനാണ്. വലൈസ ലിനാസി ബലദിഹി ബൽ ലിനാസിൽ ആലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോക ജനതയ്ക്ക് മൊത്തത്തിലാണ് ഈ മെസ്സേജ് എന്നതാണ്. തുടർന്ന് പറയാം, ഇന്ന സ്വലാത്തി, ഇതാണ് നബിയോട് പറയാൻ പറഞ്ഞത്, നിശ്ചയം എൻ്റെ നിസ്കാരം, അസ്വലാത്തു ഫി ശർഇ യുറാദു ബിഹാ, ശർഇ വീക്ഷണത്തിൽ സ്വലാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇബാദത്തുൽ മുബ്തദിഅതു ബിത്തക്ബീരി അൽ മുഖ്തതിമതു ബിത്തസ്ലീം, അൽ ഇബാദത്തുൽ മുബ്തദഅതു ബിത്തക്ബീരി വൽ മുഖ്തതമതു ബിത്തസ്ലീം, അതായത് തക്ബീർ കൊണ്ട് തുടങ്ങപ്പെടുന്നതും തസ്ലീം സലാം വീട്ടൽ കൊണ്ട് അവസാനിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഇബാദത്താണ് എന്ത്, നിസ്കാരം, സ്വലാ. അല്ലത്തി തഷ്തമിലു അല ഇബാദത്തിൻ ഖൽബിയ്യത്തിൻ വ ഖൗലിയ്യത്തിൻ വ അമലിയ്യത്തിൻ, അത് എന്താണ്, ഖൽബി ഹൃദയം കൊണ്ടുള്ള ഇതും, അതേപോലെ ഖൗലി നാക്ക് കൊണ്ടുള്ളതും, അതേപോലെ കർമ്മങ്ങൾ ഉൾപ്പെടുന്നതും ഒക്കെയായിട്ടുള്ള ഉൾക്കൊള്ളുന്ന ഒരു ഇബാദത്താണ് സ്വലാ എന്ന് പറയുന്നത്. സ്വലാത്തു തഷ്തമിലു അല അൻവാഇൽ ഇബാദത്തി ഫിൽ ഖൽബി മിനൽ ഖുശൂഇ വൽ ഖശ്യതി വൽ ഇഖ്ബാലി അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ഖൽബിൻ്റെ ഇബാദത്തുകൾ സ്വലായിൽ ഉണ്ട്. അതേതൊക്കെയാണ്? ഖുശൂ, ഭയഭക്തി, ഖശ്യത്ത്, ഇഖ്ബാൽ, അള്ളാഹുവിനെ സ്വീകരിക്കുക, അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ളതൊക്കെ. വബിൽ ലിസാൻ, നാവ് കൊണ്ട്. ഇപ്പം നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നിസ്കാരത്തിൽ എന്താണ്, നിയ്യത്ത് വേണം, അതൊക്കെ ഖൽബിൻ്റെ ഇബാദത്താണ്. ഈ നാവ് കൊണ്ടുള്ളത് ഇങ്ങനെ തക്ബീരി വ തഹ്മീദി വ സനാ അല്ലാഹ്, തക്ബീർ ചൊല്ലൽ, അള്ളാഹുവിന് ഹംദ് ചൊല്ലൽ, സനാ ചൊല്ലൽ, തിലാവത്ത് കിതാബിഹിൽ കരീം, അവൻ്റെ വിശുദ്ധ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ നിസ്കാരത്തിൽ, ഒമനാജാത്തിർ റബ്ബി സുബ്ഹാനഹു വതആല, ഒബിൽ ജവാരിഹ്, അതേപോലെ അവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്ത് എന്താണ്, മിനൽ ഖിയാമി വർ റുകൂഇ വസ്സുജൂദി വൽ ജുലൂസ്, എന്താണ് ഖിയാം, നൃത്തം, അതേപോലെ റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, ഇരുത്തം, ഇതൊക്കെ അവയവങ്ങൾ കൊണ്ടുള്ളതാണ്. അപ്പോൾ സ്വലാത്തു ഇബാദത്തുൻ അദീമത്തുൻ, അപ്പോൾ നിസ്കാരം സ്വലാ എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഒരു ഇബാദത്താണ്. യജ്തമിഉ ഫിഹാ മാ ലാ യജ്തമിഉ ഫി ഗൈരിഹാ മിൻ അൻവാഇൽ ഇബാദാത്ത്, മറ്റ് ഇബാദത്തുകളിൽ സംഗമിക്കാത്ത ഇബാദത്തിൻ്റെ ഇനങ്ങളൊക്കെ സംഗമിക്കുന്ന ഒന്നാണ് സ്വലാ. വലിദാലിക ജഅലഹു അല്ലാഹു ഉമൂദൽ ഇസ്ലാം, കാരണത്താൽ അതിനെ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ തൂണാക്കി. വജഅലഹ അർറുക്കന സാനി മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ റുക്കനുകളിൽ രണ്ടാമത്തെ റുക്കനും ആക്കി. ഇനി വനുസുക്കി ഇന്ന സ്വലാത്തി എന്ന് പറഞ്ഞിട്ട് വനുസുക്കി എൻ്റെ ബലിയും അല്ലെ മറ്റ് ആരാധനാകർമ്മങ്ങളും എന്ന് പറഞ്ഞു. അന്നുസുക്കു അൽ മുറാദ് ബിഹി മാ യുദ്ബഹു മിൻ ബഹീമത്തിൽ അൻആമി അലാ വജ്ഹി തഖർറുബി വൽ ഇബാദ, സാമീപ്യം ഖുർബ് ഉദ്ദേശിച്ചുകൊണ്ടും ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ടും നാൽക്കാലികളെ അറക്കപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, നുസ്ക് എന്ന് പറയുന്നത്. കഹദീ തമത്തൊയ് വൽ ഖിറാൻ, ഹജ്ജുമായി ബന്ധപ്പെട്ട് തമത്തൊയിൻ്റെയും ഖിറാൻ്റെയൊക്കെ ബലി അറക്കുന്നത് ഹദി അറക്കുന്നത് പോലെ, വഹദീ തതവ്വഇ സുന്നത്തായ ഹദി, അതേപോലെ വഹദിയൽ ജുബ്രാൻ വൽ അദ്വാഹി ഉദ്ഹിയത്ത് വൽ അഖീഖ, അഖീഖത്ത് അറക്കൽ, ഹദി കുല്ലുഹ തുസമ്മാ നുസ്കൻ, ഇതൊക്കെ നുസ്കിൽ പെടും, നുസ്ക് എന്ന് പറയപ്പെടും. ഫമാദു ബിഹ മിൻ ബഹീമത്തിൽ അൻആമി അലാ വജ്ഹി തഖർറുബി ഇലല്ലാഹി തആല ബിദ്ബഹിഹി ഫഹുവ നുസ്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് അറക്കുന്നതൊക്കെ എന്താണ്, നുസ്ക് ആണ്. വക്കാന ദബ്ഹു അലാ വജ്ഹി തഖർറുബി മൗജൂദൻ ഫിൽ ജാഹിലിയ്യ, സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് തഖർറുബ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള അറവ് ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. കാനു യദ്ബഹൂന ലിൽ അസ്നാം, അവർ ബിംബങ്ങൾക്ക് വേണ്ടി അറക്കുമായിരുന്നു. യദ്ബഹൂന ലിൽ ജിന്നുകൾക്ക് വേണ്ടി അറക്കുമായിരുന്നു. യദ്ബഹൂന ലിൽ കവാകിബി, നക്ഷത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അറക്കുമായിരുന്നു. യദ്ബഹൂന ലിഗൈരില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന് അല്ലാതെ അവർ അറക്കുമായിരുന്നു. വലിഹാദാ യഖൂലു നാബിഅ ഫി ഖസീദത്തിഹി ലവല്ലദീ ഖദ് സറത്തുഹു ഹജ്ജജ, എന്താണെന്ന് ആ വരികൾ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല, അതാണ് നിൽക്കട്ടെ. അപ്പോൾ അത് ഈ വരികളിൽ എന്ത് പറയുന്നുണ്ട്, വമാ ഹുരിയഖ് അലൽ അൻസാബി മിൻ ജസദി എന്ന് പറയുന്നുണ്ട്. അവിടെ ആ വരിയിൽ നാബിഅയുടെ വരിയിൽ എന്തുണ്ട്, ബിംബങ്ങൾക്ക് അറക്കുന്നതിനെ കുറിച്ച് പരാമർശമുണ്ടെന്നുള്ള പറഞ്ഞത്. ഫന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യന അന്ന ദീനഹു മുഖാലിഫുൻ ലിദീനിൽ മുശ്രിക്കീൻ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ബഹുദൈവ വിശ്വാസികളുടെ ദീനിന് എതിരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ. അത് ആദം അലൈഹി ഇസ്ലാം മുതൽ ഉള്ള ദീനാണ്. ഫൽ മുശ്രിക്കൂന യദ്ബഹൂന ലിഗൈരില്ലാ, മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്നു. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ തബഅഹു യദ്ബഹൂന ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ പിൻപറ്റിയവരും അള്ളാഹുവിന് വേണ്ടി മാത്രം അറക്കുന്നു, അവനൊരു പങ്കുകാരനുമില്ല. കമാ അന്നഹും ലാ യുസല്ലൂന ഇല്ലാ ലില്ലാഹി, ഏതുപോലെ മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയെ പിൻപറ്റിയവരും എന്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിക്കുന്നില്ല, സ്വലാത്ത് നിർവഹിക്കുന്നില്ല. അതുപോലെ തന്നെ കദാലികലായ യദ്ബഹൂന ഇല്ലാ ലില്ലാഹി സുബ്ഹാനഹു വ തആല, അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ അറക്കുന്നില്ല മുസ്ലിങ്ങൾ. വഖർനു നുസ്കി ബിസ്സലാത്തി യദുല്ലു അലാ അന്നഹു ഇബാദത്തുൻ അദീമ, നിസ്കാരത്തിനോട് സ്വലായോട് ചേർത്ത് ഈ നുസുക്കിനെ പറഞ്ഞു, ബലിയെ പറഞ്ഞത് അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ത്, അത് മഹത്തായ ഒരു ഇബാദത്ത് ആണ്. ഇന്ന സ്വലാത്തി എന്ന് പറഞ്ഞിട്ട് നുസുക്കി എന്ന് പറഞ്ഞു. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാ, അപ്പോൾ അത് അള്ളാഹു അല്ലാത്തവർക്ക് തിരിക്കാൻ പാടില്ല. വന്നുസുക്കു ഖദ് തസാഹല ഫീ കസീറുൻ മിനൻ നാസി, ജനങ്ങളിൽ അധിക പേരും ഈ നുസുക്ക് ബലിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഫസ്വാറു യദ്ബഹൂന ലിൽ ജിന്നി ത്വാഅത്തൻ ലിൽ മുശഅവിദീൻ മിൻ അജ്ലിൽ ഇലാജി ബിസാമിഹിം, അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ജിന്നിന് വേണ്ടി അറക്കുന്നു. അത് ആർക്ക് വേണ്ടി, മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അത് അവരുടെ വാദപ്രകാരം ചികിത്സക്ക് വേണ്ടിയിട്ട് ജിന്നിനെ പ്രീതിപ്പെടുത്താൻ, ജിന്നിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജിന്നിന് വേണ്ടി അറക്കുക. ഇത് ജിന്ന് ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല, ഇതൊക്കെ മുശ്രിക്കുകളുടെ രീതിയാണ്. ജിന്ന് ചികിത്സയുടെ ഭാഗമായിട്ട് ജിന്നിനോട് സഹായം തേടുക എന്നുള്ളതും മുശ്രിക്കുകളുടെ രീതിയാണ്, അത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞതല്ല, അതും മനസ്സിലാക്കുക. വ മഹ്യായ, എൻ്റെ ജീവിതവും, മഹ്യാലൈഹി ഫി ഉമരി മിനൽ ഇബാദത്തി കുല്ലുഹു ലില്ലാഹി അസ്സ വജൽ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വയസ്സിൽ, ഞാൻ ജീവിക്കുന്ന ആയുസ് കാലഘട്ടം, അതെല്ലാ ജീവിതം മുഴുവൻ അതിലുള്ള ഇബാദത്തൊക്കെ അള്ളാഹുവിന് ആണ് എന്ന്. മമാത്തി, എൻ്റെ മരണവും, മാമൂത്തു അലൈഹി അയ്ളൻ ലില്ലാഹി അസ്സ വജൽ, ഞാൻ മരിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി. ഫയമൂത്തു അല തൗഹീദ്, തൗഹീദിലായിട്ട് അവൻ മരിക്കും. ഫമാനലായ ആയത്തിൻ്റെ മാന അന്നഹു യഹ്യ അല തൗഹീദ് വയമൂത്തു അല തൗഹീദ് സുമ്മ അക്കദ ദാലിക ബിഖൗലിഹി ലാ ശരീക ലഹു ഫി ദാലിക ഫി സായിരി അൻവാഇൽ ഇബാദ. അപ്പോൾ ആയത്തിൻ്റെ ആശയം എന്താണ്, തൗഹീദിലായിട്ട് ജീവിക്കുക, തൗഹീദിലായിട്ട് മരിക്കുക. അത്
സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. പിന്നെ ലാ ശരീക്കല, അവനൊരു പങ്കുകാരനുമില്ല എന്നത് ഉണ്ട്. അപ്പോൾ മറ്റുള്ള ഇബാദത്തുകളുടെ ഇനങ്ങളിലും ഒക്കെ തൗഹീദ് എന്നതാണ്. പിന്നെന്ത് പറഞ്ഞു? റബ്ബിൽ ആലമീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അർ റബ്ബുഹു അൽ മാലിക് വൽ ആലമീൻ ജംഉ ആലം. റബ്ബ് എന്ന് പറഞ്ഞാൽ മാലിക്കാണ്, ഉടമസ്ഥന. ആലമീൻ എന്നത് ആലം, ലോകം എന്നതിൻ്റെ ബഹുവചനാണ്. വഹുവ മാ സിവ അല്ലാഹു അസ്സ വജൽ മിനൽ മഖ്ലൂഖാത്ത്, സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു അല്ലാത്തത് എല്ലാതും, അതായത് സകല സൃഷ്ടികളും ഉൾക്കൊള്ളുന്നതാണ് ആലം. ഫകുല്ലുൽ മഖ്ലൂഖാത്തി റബ്ബുഹ വാഹിദ്, അപ്പോൾ എല്ലാ സൃഷ്ടികളും അതിൻ്റെ റബ്ബ് ഒന്നാണ്. ഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല. വലാകിൻ ഖദ് യുഖാലു ലി മാലികി ശൈഇ റബ്ബുഹു മിസ്ലു റബ്ബുൽ ബൈത്ത്, റബ്ബുൽ ഹാജ, റബ്ബുസ് സയ്യാറ, റബ്ബുദ് ദറാഹിം, ഹദാ മുഖയ്യദ്. എന്നാൽ ചില വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശമായിട്ട് ബന്ധപ്പെട്ട് റബ്ബുൽ ബൈത്ത് അങ്ങനെയൊക്കെ പറയും. ഉദാഹരണത്തിന് വീടിൻ്റെ റബ്ബ്, വീടിൻ്റെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ. റബ്ബുസ് സയ്യാറ, കാറിൻ്റെ ഉടമസ്ഥൻ. റബ്ബുദ് ദറാഹിം, ദിർഹമുകളുടെ ഉടമസ്ഥൻ. ഇത് പക്ഷേ എന്താണ്? മുഖയ്യദാണ്. അത് പരിധി ഇതുണ്ട്, നിർണ്ണയിക്കപ്പെട്ടതാണ്. മൊത്തത്തിൽ മുത്തലക്കായി പറഞ്ഞാലല്ല. അമ്മൈദാ ഖുൽത റബ്ബു ഔ റബ്ബുൽ ആലമീൻ, റബ്ബ് എന്നോ റബ്ബുൽ ആലമീൻ എന്നോ ലോകങ്ങളുടെ റബ്ബ് എന്നൊക്കെ പറയുന്നത് ഫഹാദാ ലാ യകൂനു ഇല്ലാ ലില്ലാഹി സുബ്ഹാനഹു വ തആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അമ്മ ഹാദിഹിൽ അസ്നാമു ഹാദിഹിൽ ഔസാൻ, ഈ ബിംബങ്ങളൊക്കെ ഫലാ തസ്തഹിഖുൽ ഇബാദ ലിഅന്നഹ മംലൂകത്തുൻ ലില്ലാഹി സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇതൊക്കെ ഒന്നും ഇബാദത്തിന് അർഹത ഉള്ളതല്ല, കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്. ഇബാദത്തുൻ ലില്ലാഹി സുബ്ഹാനഹു വ തആല വൽ അബ്ദു ലാ യുഅബദ്, അപ്പോൾ അടിമ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ അല്ല. ഹത്താ വലൗ കാന മിൻ അഷ്റഫിൽ ഇബാദി കൽ മലായികത്തി വറുസുലി വൽ ഔലിയാ കുല്ലുഹും അബീദുൻ ലില്ലാഹി സുബ്ഹാനഹു വ തആല. അപ്പോൾ ആബിദീങ്ങളിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള മലക്കുകൾ, മുർസലീങ്ങൾ, ഔലിയാക്കളൊക്കെ ആണെങ്കിലും അവരെന്നും ഇബാദത്ത് ചെയ്യാൻ പെടാൻ പാടില്ല. അവരൊക്കെ അള്ളാഹുവിന് അടിമകളാണ്, അവന് ഇബാദത്ത് ചെയ്യുന്നവരായിട്ടുള്ള അടിമകളാണ്. വദക്കർ ഇബാദത്തൈനി അളീമത്തൈൻ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് മഹത്തായിട്ടുള്ള ഇബാദത്തുകൾ പരാമർശിച്ച സ്വലാത്തു വന്നുസുക്കു, നിസ്കാരവും ബലിയും. ലിഅന്ന സ്വലാത്ത് ഇബാദത്തുൻ ബദനിയ, കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ശാരീരികമായിട്ടൊരു ഇബാദത്ത്. വന്നുസുക്കു ഇബാദത്തുൻ മാലിയ, നുസുക്ക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഇബാദത്ത്. വഹിയ മിൻ അഫ്ളലിൽ ഇബാദത്തുൽ മാലിയ, സാമ്പത്തികമായിട്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായതാണ് നുസുക്ക്, ബലി എന്നത്. കാല പിന്നെ തുടർന്ന് പറഞ്ഞത് വബിദാലിക ഉമിർതു, ഈ നിലപാട് കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. അമറനി റബ്ബി സുബ്ഹാനഹു വ തആല, എന്നോട് എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഫദല്ല അല അന്നൽ ഇബാദാത്തി തൗഖീഫിയ, ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ തൗഖീഫിയ എന്തെന്ന് മനസ്സിലാക്കുക. ലാ യസ്ലുഹു മിൻഹാ ഷൈഉൻ ഇല്ലാ ബി അംരില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കൽപ്പന ഇല്ലാതെ ഇബാദത്ത് ഒന്നും സ്വഹിയാവൂല. അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പന വരണം, അള്ളാഹിൻ്റെ കൽപ്പനയുള്ളതാണ് ഇബാദത്ത്, അല്ലാതെ നമുക്ക് തോന്നിയൊക്കെ ഇബാദത്താക്കാൻ പറ്റില്ല. തുമ്മക്കാലം പിന്നെ പറഞ്ഞത് എന്താണ്? വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമന. ഐ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നടത്തും. ഫൽ അവ്വലിയ്യത്തു ഹുന നിസ്ബിയ്യത്തുൻ, അപ്പോൾ ഇത് അപേക്ഷിക്കാണ്. വൈലഫർ റുസുലു വൽ മുഅ്മിനൂന മിൻ ഖബ്ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും മുസ്ലിമീൻ. അപ്പോൾ നബിക്ക് മുമ്പ് ഉള്ള അംബിയാ മുർസലുകൾ, അതേപോലെ അവരെ പറ്റിയ ആൾ മുസ്ലിങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ. ബിമാനാനഹും മുഖ്ലിസൂനൽ ഇബാദത്ത് ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന് മാത്രം മുഖ്ലിസീങ്ങളായിട്ട് ഇബാദത്ത് ചെയ്തവർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ നബിയാണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അത് നിസ്ബിയാണ്, ഒരപേക്ഷികമായ ഇതാണ്. ആദ്യം ഉണ്ടായ മുസ്ലിം, ആദ്യത്തെ മുസ്ലിം നബിയാണെന്നുള്ള അർത്ഥത്തിലാണ്. നബിക്ക് മുമ്പേ, നബി ജനിക്കുന്നതിന് മുമ്പേ മുസ്ലിങ്ങളുണ്ടായിരുന്നു. വൽ ഇസ്ലാമു ഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നതാണ് ഇസ്ലാം. വലിയ ഖിയാദു ലഹു ബിത്വാഅ, അവനനുസരിച്ചുകൊണ്ട് അവന് കീഴ്പ്പെടുക എന്നതാണ്. വൽ ഖുലൂസ് മിന ശിർക്ക് വ അഹ്ലി, ഷിർക്കിൽ നിന്നും അതിൻ്റെ അഹ്ലുകാരിൽ നിന്നും മുക്തരാകുക, ഒഴിവാകുക എന്നുള്ളതാണ്. ഹാദാ ഹുവൽ ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഹാദാ ദീനു ജമീഇർ റുസുലി അലൈഹി സ്വലാത്തു വസ്സലാം, ഇതാണ് അംബിയാ മുർസലുകളുടെ എല്ലാവരുടെയും ദീൻ. ഫഖൗലുഹു വ അന അവ്വലുൽ മുസ്ലിമീൻ ഐ മിൻ ഹാദിഹിൽ ഉമ്മ, അപ്പോൾ ഞാൻ മുസ്ലിങ്ങൾ ഒന്നാമനാന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ എന്നർത്ഥത്തിൽ.